എനിക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പം ഇഗ്നോറൻസാണ് എനിക്ക് കിട്ടുന്നത്. ഇഗ്നോറൻസും പുച്ഛവും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് നല്ലോണം ഉള്ള ആളാണ്. എനിക്കത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് താഴ്ന്നു പോകുന്ന രീതിക്ക് എനിക്ക് അങ്ങോട്ട് ആരോടും കെഞ്ചി പോയിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ പിടിച്ചു വെക്കാൻ എനിക്ക് താല്പര്യമില്ല. രാത്രി 11:20. കുലസ്ത്രീ കുളിസ്ത്രീ എന്ന് വിളിക്കും. ഞാൻ കുലസ്ത്രീ എന്ന് വിളിക്കുള്ളൂ. കുലസ്ത്രീ എന്ന് വെച്ചാൽ അവളെ ഫാൻസിന് ഇഷ്ടമാണ്. പിന്നെ ഒട്ടും സംസാരിച്ചിട്ടൊരിതില്ലാന്ന് അവർ കഴിക്കേണ്ട വാഴയാണ്, ഷാനവാസ് വാഴയാണ്. എത്ര പെണ്ണുങ്ങളുടെ 4 പെണ്ണുങ്ങൾ. അയാളാരാ? ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം. സത്യോ ഈ ഒരു അർത്ഥത്തിൽ അങ്ങനെ വിളിച്ചത്? ഞാൻ അന്ന് വല്ല കറിയും വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഹിറ്റ്ലർ കളി. പാവട്ട ഒറ്റ കളിക്കാൻ പറഞ്ഞത് ഒറ്റ കൂഞ്ഞാലാടേണ്ട അവസ്ഥയായി. അമ്മായി പണി എനിക്കിഷ്ടപ്പെട്ടു. 74-ാം ദിവസം അർദ്ധരാത്രി 12 മണി. പ്രശ്നമുണ്ട്. നിങ്ങളാണ് എൻ്റെ പ്രശ്നം. ഒരു ഗസ്റ്റ് വന്നിട്ട് നോക്കാതെ എന്തോന്ന് നോക്ക്. ശരി, ആണ്ടിൽ സമ്പാദിക്കുമ്പോൾ അത് ഗസ്റ്റ് ആണ്ടിലേ വരുള്ളൂ ഈ ഗസ്റ്റ്. മനസ്സിലായി സമ്പാദിക്കുന്നത്. പറ, എന്നെ പറ്റി ആരത്തൊക്കെ എന്തൊക്കെ പറഞ്ഞു? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മോള് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു? പറഞ്ഞറിയാതെ പറ എന്തെങ്കിലും. അയ്യോ, വേറെ സംഭവം എന്ന് പറഞ്ഞില്ലേ, ആര്യന്റെ കോയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ല. ഞാൻ ഇന്നലെ കള്ളത്തരം ചെയ്തോണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. കാരണം എന്റെ മുഖത്ത് നല്ലോണം വരി പറഞ്ഞല്ലേ. ഞാൻ ഞാനല്ലായിരുന്നെങ്കിൽ അക്ബറിനെ കൊന്നേന്. അക്ബർ പറഞ്ഞ സാധനം എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് നന്ന് ഈ മോന്തേറ്റി എനിക്ക് മഴയും ഒരു ഞാൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോ കൊട്ടുന്നുണ്ടായിരുന്നില്ല രണ്ടും കൂടെ തന്നെ. പിന്നെ എല്ലാവരുടെ മുന്നിൽ നല്ല കൊട്ടുന്നുണ്ടായിരുന്നില്ല. പുറത്തെങ്ങാനും അറിഞ്ഞ മോന്തക്കെട്ടി അടിച്ചേനെ മോന്തേറ്റി ഇടുന്നാല് കേട്ടാ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ തീരുമാനിച്ചെടുത്തതന്നെയായിരുന്നു ഇന്നത്തെ ദിവസം ഒരു അക്ഷരാടെ മിണ്ടണ്ടാന്ന്. ഈ മിണ്ടിയല്ല, നിന്റെ കുഷ്മീനോട് മിണ്ടി അറ്റത്തിറങ്ങണ അമ്മായിനോട്. അത് ഇങ്ങോട്ട് വന്നിട്ട് മിണ്ടിയ നിന്റെ നീ അനീഷിന് കൊടുക്കണം. അനീഷിനോട് മിണ്ടി. അനീഷിന് ഇങ്ങോട്ട് വന്നതാ, ഞാൻ അവിടെ കിടക്കണോട് മിണ്ടി. നിന്റെ ഒട്ടും ഫേവറേറ്റ് അല്ലാത്ത അക്ബറിനോട് മിണ്ടി. അത് ടാസ്കിനിടയിൽ മിണ്ടിയതാ. അനീഷിന് ഞാൻ അവിടെ കിടക്കണം, എന്ത് പറ്റി പറ എന്താ വിഷമം എന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയത്. ലക്ഷ്മി അതിൽ വന്ന് ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം ഷാനവാസ്ക്ക് അതുപോലെ തന്നെ ഞാൻ പോയിട്ട് പിന്നാലെ ഞാൻ അവിടെ കിടന്ന് സംസാരിക്കും. ഈ ആഴ്ച